ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു നുസീഫ് ടെക് വ്ലോഗ് ചാനൽ. നുസീഫ് ടെക് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോണത് ഒരു ബേബി സ്ട്രോളറാണ്. അപ്പോൾ ഇത് ഫ്ലിപ്കാർട്ട് സൈറ്റിലാണ് നമ്മളിത് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഓർഡർ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ ഫീച്ചറും ഇത് ബൈ ചെയ്തിട്ടുള്ള ആളുകളുടെ റിവ്യൂ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ കാണുന്നതാണ് പ്രൊഡക്റ്റ്. ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ സൈഡിൽ മെൻഷൻ ചെയ്ത് കാണിക്കുന്നുണ്ട്. കുറഞ്ഞ പ്രൈസിന് കൂടുതൽ ഫീച്ചറും കുറച്ച് ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് തപ്പിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ ഇത് ബൈ ചെയ്തിട്ടുള്ള ആൾക്കാരെ റിവ്യൂ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ കാണുന്നതാണ് ഇത് ബൈ ചെയ്ത ആളുകളുടെ റിവ്യൂ. അത്യാവശ്യം ഞാൻ ഒരുപാട് സ്ക്രോൾ ചെയ്ത് താഴോട്ട് പോകുമ്പോഴും കുറേയൊക്കെ പോസിറ്റീവ് റിവ്യൂ ആണ് കൊടുത്തിട്ടുള്ളത്. വളരെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ നെഗറ്റീവ് റിവ്യൂ ചെയ്തിട്ടുള്ളത്. ഇനി ഈ പ്രൊഡക്റ്റ് ബൈ ചെയ്ത ആളുകൾ റിവ്യൂവിൻ്റെ കൂടെ ഈ പ്രൊഡക്റ്റിൻ്റെ ഇമേജ് കൂടി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഏതൊക്കെ കളറിലാണ് ഈ പ്രൊഡക്റ്റ് അവൈലബിൾ എന്നും കൂടി നമുക്കറിയാം. അങ്ങനെ ഈ പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ കണ്ടിടത്തോളം ഐറ്റം കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഈ സാധനം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. എനിക്കിതിന് വന്ന പ്രൈസ് 2922 രൂപയാണ്. ഇത് ഓർഡർ ചെയ്യുന്ന സമയത്ത് വന്ന പ്രൈസ്. അപ്പോൾ ഇത് ഓർഡർ ചെയ്തു. സംഭവം ഡെലിവറി ഡിസ്പാച്ച് ഷിപ്പിംഗ് ആയി. ഡെലിവറി ബോയുടെ കോളും വന്നു കഴിഞ്ഞു. ഇനി ഞാൻ സാധനം പിക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതുപോലൊരു വണ്ടിയിലാണ് നമുക്ക് പ്രൊഡക്റ്റ് എത്തിയിട്ടുള്ളത്. ഒരു മഴ ഉള്ള സമയത്താട്ടോ. സംഭവം ചെറുതായിട്ടൊക്കെ ഒന്ന് നനഞ്ഞിട്ടുണ്ട്. ഇനി ഉള്ളിലെ പ്രൊഡക്റ്റിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. ഡെലിവറി ബോയ്ക്ക് ക്യാഷും കൊടുത്ത് നമ്മൾ പ്രൊഡക്റ്റ് വണ്ടിയിലും കയറ്റി നേരെ സാധനമായിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട്. പ്രൊഡക്റ്റിൻ്റെ ഒരു ഭാഗത്ത് MRP 5299 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിലും നമുക്ക് വന്ന പ്രൈസ് ഈ കാണുന്നതാണ് 2922 രൂപ. അപ്പോൾ നമ്മൾ മെയിൻ പരിപാടിയാണ് ഇനി നമ്മൾ കാണാൻ പോണത്. നമ്മുടെ ബോക്സ് അൺബോക്സ് ചെയ്യാണ്. അപ്പോൾ സ്പീഡായിട്ട് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് വെൽ പാക്ക്ഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല വൃത്തിയിൽ നീറ്റായിട്ട് ഉള്ളിൽ പാക്ക് ചെയ്ത് സെറ്റായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളെ ബോക്സ് പുറത്ത് കണ്ട മാതിരി ചെറുതായിട്ടൊരു മഴ കൊണ്ടിട്ടുണ്ടെങ്കിലും ഉള്ളിലേക്കൊന്നും അതൊന്നും എഫക്റ്റ് ചെയ്തിട്ടില്ല. ഇനി നമുക്ക് ഈ ബേബി സ്ട്രോളറിലേക്ക് ഈ 4 വീലും ഹാൻഡിലും ഫിറ്റ് ചെയ്യാം.
സ്ട്രോളറിൻ്റെ ടയർ ഫിറ്റിംഗ് അത്ര ഡിഫിക്കൽട്ട് ഒന്നുമല്ല, ഈസിയാണ്. പിന്നെ ഫ്രണ്ടിലും ബാക്കിലും ടയർ മാറാനും ചാൻസ് ഇല്ല. കാരണം ഫ്രണ്ടിലെ ടയർ ഫിറ്റ് ചെയ്യണ സോക്കറ്റും ബാക്കിലെ സോക്കറ്റും രണ്ടും സെപ്പറേറ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് ടയർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറില്ല. ടയറിൻ്റെ ഫിറ്റിങ്സ് എല്ലാം ഒരു ജസ്റ്റ് അതിൻ്റെ സോക്കറ്റോട് വെച്ചിട്ട് ഒന്ന് പുഷ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു ടിക് സൗണ്ടോട് കൂടി ടയർ അതിൽ പോയി ലോക്ക് ആവുന്നതാണ്. അങ്ങനെ നമ്മളുടെ സ്ട്രോളറിൻ്റെ ഫിറ്റിങ്സ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ ടയറിൻ്റെ ഫ്രണ്ട് ഭാഗമാണ്, അതായത് നമ്മുടെ സ്ട്രോളറിൻ്റെ ഫ്രണ്ട് ടയറാണ് ഈ കാണുന്നത്. ഇതിൽ കാണുന്ന ഈ ലോക്ക് ടയർ ലെഫ്റ്റും റൈറ്റും മൂവ് ആവാതിരിക്കാനുള്ള ഒരു ലോക്കാണ് ഈ കാണുന്നത്. പിന്നെ നമ്മുടെ സ്ട്രോളറിൻ്റെ ടയറിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് റെഡ് കളറിൽ വേറെ ലോക്ക് കൂടി കാണാം. അതാണ് ഇതിൻ്റെ ബ്രേക്ക് ലോക്ക് സിസ്റ്റം വരുന്നത്. അത് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ടയർ ഫ്രണ്ടും ബാക്കും മൂവ് ആവാതെ അതിൽ ലോക്കായിരുന്നോളും. സ്ട്രോളറിൽ ബേബി ഇരുത്തിക്കൊണ്ട് നമ്മൾ ഈ ബ്രേക്ക് സിസ്റ്റത്തിൻ്റെ ലോക്ക് അപ്ലൈ ചെയ്ത് ഇറക്കത്തിൽ വണ്ടി നിർത്തുന്ന സമയത്ത് നമ്മൾ നമ്മുടെ കൈ കൊണ്ടും കൂടി സ്ട്രോളറിൽ ജസ്റ്റ് ഒന്ന് കൈ സപ്പോർട്ട് കൊടുക്കണം, നന്നായിരിക്കും. കാരണം ഈ ലോക്ക് ചിലപ്പം ഇതിൽ നിന്ന് ഡിറ്റാച്ച് ആയിട്ട് അപ്പാവാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഈ കാണുന്നത് നമ്മുടെ സ്ട്രോളറിൻ്റെ ഫ്രണ്ടിൽ വരുന്ന ഒരു സ്റ്റാൻഡാണ്. ഇത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്കത് അപ്പ് ചെയ്ത് വെക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് താഴ്ത്തി വെക്കാം. അതിനുള്ളൊരു സെറ്റപ്പിലാണ് അത് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ നേരെ താഴെ തന്നെ ആയിട്ട് ഒരു സ്റ്റോറേജിൻ്റെ സെറ്റപ്പും കൂടി കാണാം. താഴെ ഒരു ബ്ലാക്കിൽ ഈ കാണുന്നത്, അതിൽ നമുക്ക് ബേബിയുടെ വല്ല ടോയ്സ്, കളിപ്പാട്ടങ്ങൾ, ഐറ്റംസുകളൊക്കെ നമുക്കതിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. ഈ കാണുന്നത് നമ്മുടെ സ്ട്രോളറിൻ്റെ ബാക്ക് ടയറാണ്. ബാക്ക് ടയറിലുള്ള 2 ടയറിനും ഇതേമാതിരി ബ്രേക്ക് ലോക്ക് ചെയ്യാനുള്ള ലോക്ക് കൊടുത്തിട്ടുണ്ട്. മൂന്ന് മോഡാണ് ഈ സ്ട്രോളറിലുള്ളത്. അതായത് ബേബിക്ക് ഇരിക്കാനുള്ള ഒരു സെറ്റപ്പ്, പിന്നെ ഒന്ന് ചെരിഞ്ഞിരിക്കാനുള്ള ഒരു സെറ്റപ്പ്, പിന്നെ സ്ലീപ്പ് ചെയ്യണ ഒരു മോഡ്. അതായത് 3 ടൈപ്പാണ് ഇതിൽ സിറ്റിംഗ് ഓപ്ഷൻ വരുന്നത്. ബാക്കിൽ കാണുന്ന ഈ ലോക്ക്, അതായത് ഈ ലിവർ വലിച്ചുകൊണ്ടാണ് നമ്മൾ ഈ 3 മോഡ് നമ്മൾ ചേഞ്ച് ചെയ്യണത്. ഇനി നമ്മുടെ സ്ട്രോളറിൻ്റെ ഹാൻഡിലും ഇതേമാതിരി ഒരു ലിവർ കാണാം. ഈ ലിവർ വലിച്ചിട്ട് നമ്മുടെ അതായത് ഹാൻഡിൽ നമ്മൾ മുന്നോട്ടും പുറകോട്ടും ആക്കി മാറ്റാം. അതായത് സ്ട്രോളർ തള്ളിക്കൊണ്ടാവുന്ന രീതിയിലും പിന്നെ വലിച്ചു കൊണ്ടുപോകാവുന്ന രീതിയിലും നമുക്ക് ഇതിൻ്റെ ഹാൻഡിൽ മാറ്റിയെടുക്കാം. പ്രൊഡക്റ്റിൻ്റെ ബിൽഡ് ക്വാളിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ, അതായത് നമ്മൾ റിവ്യൂവിൽ കണ്ട പോലെ തന്നെ അത്യാവശ്യം എല്ലാവരും കൊടുത്ത റിവ്യൂ തന്നെയാണ് എനിക്കും കൊടുക്കാനുള്ളത്. ഏകദേശം ഒരു 4 സ്റ്റാർ 5 സ്റ്റാർ റേറ്റിംഗ് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണിത്. കാരണം നല്ല ക്വാളിറ്റി ഉണ്ട്, ബിൽഡ് ക്വാളിറ്റിയും കൊള്ളാം.
ഈ സ്ട്രോളറിൻ്റെ മാർക്കിംഗ് വരുന്നത്, അതായത് ഒരു കമ്പനി പേര് എന്ന് പറയാവുന്ന രീതിയിൽ ഇതിൻ്റെ സ്ട്രോളറിനെ മെൻഷൻ ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള ഒരു പേരിലാണ് ഈ സ്ട്രോളർ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ കാണുന്നത് നമ്മുടെ സ്ട്രോളറിൻ്റെ അംബർല മോഡാണ്. അതായത് ഇത് നമ്മൾ വലിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെയിലുള്ള സമയത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ സ്ട്രോളറിൻ്റെ അകത്തോട്ട് വെയിലടിക്കാത്ത രീതിയിൽ നമുക്ക് ഈ അംബർല നമുക്ക് നിർത്തി സെറ്റ് ചെയ്യാം. പിന്നെ ബാക്കിൽ നിന്ന് നമുക്ക് നമ്മുടെ ബേബിയെ കാണത്തക്ക രീതിയിലുള്ള ഒരു നെറ്റും അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിലൊരു സ്റ്റോറേജിൻ്റെ ഒരു പോക്കറ്റും ഉണ്ട്. പിന്നെ നമ്മുടെ ബേബിക്ക് വേണ്ടിയിട്ടുള്ള സേഫ്റ്റിക്ക് വേണ്ടി ഇതിൽ ബെൽറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതും ഈസി ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം, റിമൂവ് ചെയ്യാം. ഈസി ടു യൂസ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ള ബെൽറ്റിൻ്റെ ലോക്ക് സിസ്റ്റം. പിന്നെ ഈ സ്ട്രോളറിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഫോം ഫില്ല് ചെയ്തിട്ടുള്ള ഒരു ക്ലോത്താണ്. ഈ ക്ലോത്ത് നമുക്ക് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് റിമൂവ് ചെയ്യാം. അതായത് ഇത്തരത്തിൻ്റെ ബെൽറ്റൊക്കെ നമുക്ക് ഇതേപോലെ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ കഴിയും. ഉള്ളിലുള്ള ഓരോ സ്ട്രാപ്പുകൾ നമുക്ക് ഊരിയെടുത്തതിന് ശേഷം നമുക്ക് ഈ ക്ലോത്ത് നമുക്ക് വാഷ് ചെയ്തിട്ട് വീണ്ടും നമുക്ക് ഈ സ്ട്രോളറിലോട്ട് ഫിറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ സ്ട്രോളറിൻ്റെ ബാക്ക് ഭാഗത്തായിട്ട് മറ്റൊരു ലോക്ക് സിസ്റ്റം കൂടി നമുക്ക് കാണാം. ഇത് നമുക്ക് താഴോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്ട്രോളർ ഇതുപോലെ നമുക്ക് മടക്കി നമുക്ക് എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ക്യാരി ചെയ്ത് കൊണ്ടുപോകാം. എന്നിട്ട് ഇതുപോലെ ഒരു ക്ലിപ്പും കാണാം. ആ ക്ലിപ്പ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രോളർ അത്യാവശ്യം കോമ്പാക്റ്റായി മാറും. ഇത് നമുക്ക് ക്യാരി ചെയ്ത് കൊണ്ടുനടക്കാനും ഈസിയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ബേബി സ്ട്രോളറിൻ്റെ വീഡിയോസിലെ വിശേഷങ്ങൾ. അപ്പോൾ ഈ സ്ട്രോളർ ബൈ ചെയ്യാനുള്ള ബൈ ലിങ്ക് ഞാൻ എൻ്റെ വീഡിയോസിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഞാൻ വാങ്ങുന്ന സമയത്തുള്ള പ്രൈസ് ആയിരിക്കില്ല, ചിലപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് കൂടുതലായിരിക്കാം, ചിലപ്പോൾ കുറവായിരിക്കാം. വീണ്ടും കാണാം നമുക്ക് അടുത്ത വീഡിയോസിൽ പുതിയൊരു പ്രൊഡക്റ്റും അതിൻ്റെ റിവ്യൂവുമായി. അതുവരേക്കും നുസീഫ് ടെക് വ്ലോഗ് സൈനിങ് ഓഫ്.